ചിത്രത്തിലെ പ്രധാനവേഷം ചെയ്ത എച്ച് കൃഷ്ണ ാണത്. ഇവരൊക്കെ ഒട്ടനവധി ഷോകളിലൂടെ എൻ്റെ അഭിനയപാഠമൊക്കെ തെളിയിച്ചവർ തന്നെയാണ്. നായികയായിട്ടുള്ള അതോടൊപ്പം തന്നെ അനൂപ്, എച്ച് കൃഷ്ണ നായികയാകുന്നു. നായികയാകുന്നത് നിളയാണ്. ഡൈസിനും അനൂപും വ്യത്യസ്തമാകുന്ന ഒരു പ്രധാന വേഷം തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ജനുവരി മാസം തിയേറ്ററിലെത്തുന്ന ചിത്രം തന്ത്ര മീഡിയയാണ് തിയേറ്ററിലെത്തുന്ന. നിരവധി ചിത്രങ്ങൾ, 8 ചിത്രങ്ങൾ തിയേറ്ററിലെത്തിച്ച ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ് തിയേറ്ററിലെത്തിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സ്പീറ്റാണ് ചിത്രത്തിലെ ജോണറും അതുപോലെ ഡയറക്ടറെ കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയും. സ്റ്റാൻലി കൈമാറും ഡയറക്ടർ. ഓക്കെ. ഐശ്വര്യ സുമേഷ് ആൻഡ് സുഭാഷ് ബാബു ഇതിൻ്റെ ജോലിയുടെ നിർമ്മാതാക്കൾ. നമ്മുടെ ഇതിൻ്റെ റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ SDA ആൻഡ് അക്ബർ എന്നാണ്. ഇതിൽ സ്റ്റാൻലി തന്നെയാണ്, സ്റ്റാൻലി അലക്സാണ്ടറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവർ 5 പേര് സംസാരിച്ചതിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. ഒരു 4ാം ക്ലാസ്സുകാരനെ നാടകം അഭിനയിക്കാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപിക വിളിക്കുമ്പോൾ മനസ്സിനകത്തുണ്ടായ ഒരാശങ്ക. എൻ്റെ ആദ്യത്തെ പ്രേക്ഷക നിരൂപിയായ അമ്മയുടെ ഇതിൽ നിന്ന് ഉദിച്ച സിനിമാ മോഹം വിദൂരത്ത് നിൽക്കുന്ന സിനിമാ ലോകത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് പഴുതെന്ന മൂവി സംവിധാനം ചെയ്തത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആദ്യമായി ഞാൻ സ്റ്റാൻലി ജെയിംസാണ്. ഐശ്വര്യ സുഭാഷ് എന്ന LLB പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ ഞങ്ങളുടെ സിനിമയുടെ ഹീറോ രജൻ കൃഷ്ണ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖ നായകനായിരുന്നു ആക്ഷൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വ്യക്തമായ ധാരണയുള്ള സൂക്ഷ്മ അഭിനയം കൈമുതലാക്കിയ ഡയലോഗ് വളരെ വേഗത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന മലയാളത്തിലെ വളർന്നു വരുന്ന ഒരു കലാകാരൻ, നായിക ദള. സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള പുതുമുഖ നായിക. ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ത് ഇമോഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംവിധാനവുമായി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക നായിക. ഡൈസൺ സെക്കൻഡ് ഹീറോ. ഇതിലൊരു പോലീസ് വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അവയർനെസ് നൽകുന്ന ടച്ച് മീ നൗ എന്ന ഷോർട്ട് ഫിലിമിൽ പോലീസ് വേഷം ചെയ്യും. അന്നു മുതൽ കേൾക്കുന്ന ഒരു കമൻ്റാണ്, അദ്ദേഹം ഈ പോലീസിൻ്റെ യൂണിഫോം ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു റിയൽ പോലീസാണ് അദ്ദേഹം എന്ന് ആൾക്കാർക്ക് തോന്നും. അനൂപ് മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആക്ടറാണ് അനൂപ്. അനൂപിൻ്റെ ക്യാരക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ
ഒരു സീരിയസ് ക്യാരക്ടറാണ് സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ അനൂപ് അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്തു അതിനകത്ത് ഒരു നർമ്മം കൊണ്ടുവരുന്ന രീതിയിൽ ഫസ്റ്റ് ഷോ അദ്ദേഹം ഒരു ഇംപ്രൂവൈസേഷൻ, അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് അനൂപിനോട് പറഞ്ഞു